നമസ്കാരം. ഭാര്യയ്ക്കും മക്കൾക്കും നൽകാതെ സ്വത്ത് സഹോദരിക്കും നൽകി. അതും വിൽപത്രമായി. വിൽപത്രം റദ്ദ് ചെയ്യണം. സുപ്രീം കോടതി ഇന്നലെ പുറപ്പെടുവിച്ച വിധിയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ നാട്ടിൽ വിൽപത്രം അത്ര കണ്ട് പ്രചാരത്തിലുള്ള ഒരു ഉടമസ്ഥതാ രേഖയല്ല. കാരണം മലയാളികൾ വിൽപത്രത്തെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഈ അടുത്ത കാലത്ത് വിൽപത്രം സംബന്ധിച്ച് ചില സുപ്രധാന കോടതി വിധികൾ വന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വിൽപത്രം എഴുതുന്നത് അപകടമാണ് എന്ന തരത്തിൽ കുറെ പ്രചരണങ്ങൾ വന്നിരുന്നു. ഈ പ്രചരണങ്ങൾക്കെല്ലാം ശക്തമായ ഒരു മറുപടിയാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധി. വിൽപത്രത്തെക്കുറിച്ചുള്ള നേരത്തെ വന്ന ഹൈക്കോടതി വിധിയിൽ കോടതി പറഞ്ഞത് ഒരു വിൽപത്രം പോക്കുവരവ് ചെയ്യുമ്പോൾ അവകാശികളെ വിവരം അറിയിച്ചിരിക്കണം എന്നാണ്. ഇല്ലെങ്കിൽ അവർക്കാർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് സിവിൽ കോടതിയിൽ പറയാനുള്ള അവസരം കിട്ടാതെ പോകും. അതുകൊണ്ട് അവകാശികളുടെ ശ്രദ്ധയിൽ വരുന്ന വിധം ഒരു നോട്ടീസ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പോക്കുവരവ് ചെയ്യാം എന്നാണ് അന്ന് കോടതി പറഞ്ഞത്. ലീഗൽ പ്രിസം അന്ന് വീഡിയോകൾ ചെയ്തിരുന്നു. ഇപ്പോൾ റവന്യൂ ഓഫീസുകളിൽ വിൽപത്രത്തിന്റെ പോക്കുവരവ് തടയുന്നതായി വ്യാപകമായ പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ അവകാശികളും റവന്യൂ ഓഫീസറുടെ മുന്നിൽ വന്ന് സമ്മതപത്രം ഒപ്പിട്ട് നൽകിയാൽ മാത്രമേ പോക്കുവരവ് അനുവദിക്കൂ എന്നാണ് റവന്യൂ ഓഫീസറുടെ നിലപാട്. എന്നാൽ ഹൈക്കോടതിയുടെ നിലപാട് വ്യത്യസ്തമാണ്. പോക്കുവരവ് ചെയ്യുന്നതിന് മുൻപ് അവകാശികൾക്ക് ഒരു നോട്ടീസ് കൊടുക്കണം, അത്രമാത്രം. ഇതാണ് ഹൈക്കോടതിയുടെ നിലപാട്. അങ്ങനെ നോട്ടീസ് കൊടുത്ത് കൃത്യം 30 ദിവസം കഴിയുമ്പോൾ പോക്കുവരവ് അനുവദിക്കണം. സമ്മതപത്രത്തിനൊന്നും കാത്തിരിക്കേണ്ടതില്ല. നോട്ടീസ് കിട്ടിയ അവകാശികൾക്ക് സിവിൽ കോടതിയിൽ പോയി തർക്കം ഫയൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. വിൽപത്ര പോക്കുവരവിനെതിരെ തർക്കം സ്വീകരിക്കാനോ തർക്കം തീർച്ചപ്പെടുത്താനോ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല. എന്നാൽ ഇവിടെ റവന്യൂ ഓഫീസർ എല്ലാ അവകാശികളോടും സമ്മതപത്രം കൊണ്ടുവാ എന്ന് വാശി പിടിക്കുകയാണ്. സിവിൽ കോടതി ഒരു സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമേ റവന്യൂ ഓഫീസർക്ക് പോക്കുവരവ് നിർത്തിവെക്കാനാകൂ. അല്ലാതെ വരട്ട് ന്യായങ്ങൾ പറഞ്ഞ് പോക്കുവരവ് തടയാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ ആ വിവരം മേലധികാരിയുടെയോ ഹൈക്കോടതിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്തി ഉടനടി പരിഹാരം കാണേണ്ടതാണ്. കാരണം അതൊരു കോർട്ടലക്ഷ്യ സംഗതിയാണ്. ഈ വിഷയത്തിൽ ഇന്നലെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് പരിശോധിക്കുമ്പോൾ ഇതെല്ലാം പകൽ പോലെ തെളിഞ്ഞു കാണും. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേ DC. മുംബൈയിൽ താമസിക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡൽഹിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയാണ്. മരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹം ഒരു വിൽപത്രം എഴുതി തൻ്റെ സഹോദരിക്ക് അനുകൂലമായി സ്വത്തുക്കൾ വിട്ടുകൊടുക്കുകയാണ്. ഈ വിൽപത്രം എഴുതുന്ന സമയത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഭാര്യയും മക്കളും ജീവിച്ചിരിക്കുകയാണ്. ഹിന്ദു പിന്തുടർച്ചാ നിയമപ്രകാരം അവർ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അനന്തരാവകാശികളാണെന്ന് നമുക്കറിയാം. ഇപ്രകാരമുള്ള ലീഗൽ എയേഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്താണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് തൻ്റെ സഹോദരിക്ക് വസ്തുവകകൾ വിൽപത്രമായി നൽകുന്നത്. വിൽപത്രത്തിൽ മുംബൈയിൽ താമസിക്കുന്ന തൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ആവശ്യത്തിനും കൂടുതലും സ്വത്തുക്കൾ നൽകിയിട്ടുണ്ടെന്നും അതിനാൽ ശേഷിക്കുന്ന സ്വത്തുകൾ തൻ്റെ സഹോദരിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെന്നും സാക്ഷ്യപ്പെടുത്തിയിരുന്നു. 2 സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് വിൽപത്രം എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ വിൽപത്രം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മരണശേഷം ഭാര്യ തഹസീൽദാർക്ക് മുമ്പാകെ തൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ മ്യൂട്ടേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അത് സാധാരണമാണല്ലോ. ഒരാൾ മരണപ്പെട്ടാൽ സ്വത്തുക്കൾ പിന്തുടർച്ച അവകാശ പോക്കുവരവ് ചെയ്ത് അനന്തരാവകാശികളുടെ പേരിലേക്ക് വരുത്തണം. ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഭാര്യ പിന്തുടർച്ച അവകാശ പോക്കുവരവ് ചെയ്യാൻ റവന്യൂ ഓഫീസറെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായും ആ നടപടിയെക്കുറിച്ച് ഒരു നോട്ടീസ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ തർക്കമുള്ളവർക്ക് തർക്കം നൽകാം. അപ്പോഴാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സഹോദരി എതിർപ്പ് പ്രകടിപ്പിക്കുകയും വിൽപത്രം നിലവിലുണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. വിൽപത്രത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പൊതുവെ പുച്ഛമാണ്, പ്രത്യേകിച്ചും രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതെല്ലാം മാറും. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സഹോദരി ഹാജരാക്കിയ ആ വിൽപത്രം തിരസ്കരിച്ചുകൊണ്ട് റവന്യൂ ഓഫീസർ ഭാര്യയ്ക്ക് അനുകൂലമായി മ്യൂട്ടേഷൻ എൻട്രി നൽകി. അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മുഴുവൻ സ്വത്തുക്കളും ഭാര്യയ്ക്ക് കിട്ടുകയാണ്. അങ്ങനെ ചെയ്തതുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സഹോദരിക്ക് സങ്കടവും നിരാശയും ഉണ്ടാവുകയാണ്.
അങ്ങനെ അവർ വിൽപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കൈവശവും ഉടമസ്ഥാവകാശവും പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സിവിൽ കേസ് ഫയൽ ചെയ്തു. അങ്ങനെ സിവിൽ കോടതി ഈ വിഷയം പരിശോധിക്കുകയാണ്. വിൽപത്രം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതും അതുപോലെ സ്വാഭാവിക അവകാശികളെ ഒഴിവാക്കിയതും വിൽപത്രം നൽകിയത് സംശയാസ്പദമായ സാഹചര്യങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നതുൾപ്പെടെ നിരവധി കാരണങ്ങളാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഭാര്യ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്തു. വിൽപത്രം നടപ്പിലാക്കുന്നത് നിഷേധിച്ചുകൊണ്ട് റവന്യൂ ഓഫീസർ നൽകിയ പോക്കുവരവിനെയും അവർ ആശ്രയിക്കുകയാണ്. എന്നാൽ വിചാരണ കോടതിയിലും അപ്പീൽ കോടതികളിലും സഹോദരി ഹാജരാക്കിയ വിൽപത്രം അഡ്വാൻസ് ചെയ്യുകയാണ്. അവസാനം കേസ് സുപ്രീം കോടതിയിൽ എത്തുകയാണ്. കേസ് പരിഗണിച്ച സുപ്രീം കോടതി ഇനി പറയുന്ന കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. വിൽപത്രം രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതിനാൽ അത് സംശയാസ്പദമാണെന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഭാര്യ വാദിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ വാദം തള്ളിക്കൊണ്ട് കോടതി വിൽപത്രം രജിസ്റ്റർ ചെയ്യാൻ നിയമപരമായ ഒരു നിബന്ധനയും ഇല്ലെന്നും ഭൂരിഭാഗം വിൽപത്രങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ആവർത്തിച്ചു. വിൽപത്രം രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമത്തിലൊന്നും തന്നെയില്ല. മിക്ക കേസുകളിലും വിൽപത്രങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്ട്രേഷൻ ഓപ്ഷണലാണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ വിൽപത്രത്തിന്റെ ആധികാരികതയ്ക്കെതിരെ എന്തെങ്കിലും നിഗമനത്തിലെത്തുന്നത് പൂർണ്ണമായും അനാവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, കോടതി വിശദീകരിച്ചു. വിൽപത്രം രജിസ്റ്റർ ചെയ്യാത്തത് മാരകമായ കാര്യമൊന്നുമല്ല. ഇനി രണ്ടാമത്തെ വാദം അവകാശികളെ സ്വത്തിൽ നിന്നും ഒഴിവാക്കിയതാണ്. മരണാനന്തരം നിയമപ്രകാരമുള്ള അവകാശികളെ സ്വത്തിൽ നിന്നും ഒഴിവാക്കി എന്നതുകൊണ്ട് മാത്രം ഒരു വിൽപത്രം സംശയാസ്പദമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഒരു വ്യക്തിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ സ്വത്ത് വിനിയോഗിക്കാൻ അവകാശമുണ്ട്. തന്റെ നിയമപരമായ അവകാശികളെ സ്വത്തിൽ നിന്ന് ഒഴിവാക്കി എന്നതുകൊണ്ട് മാത്രം ഒരു വിൽപത്രം സംശയാസ്പദമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. ഒരു വിൽപത്രത്തിന്റെ സാധുത നിർണയിക്കപ്പെടുമ്പോൾ വിൽപത്രത്തിന്റെ മൊത്തത്തിലുള്ള നിബന്ധനകൾ, മരണാനന്തരം സ്വത്ത് നൽകുന്നതിനുള്ള ദൃഢനിശ്ചയം, ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എന്നിവയും കാണേണ്ടതുണ്ട് എന്ന് പ്രസ്താവിക്കുന്നത് സാധാരണമാണ്. മരണാനന്തരം നിയമപ്രകാരമുള്ള അവകാശികളെ സ്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ഒരു വിൽപത്രം പൂർണ്ണമായും അസാധുവാക്കുന്നതിന് സംശയാസ്പദമായ ഒരു സാഹചര്യമായി കണക്കാക്കാൻ കഴിയില്ല. ഭാര്യയും കുട്ടികളെയും ഒഴിവാക്കുന്നതിനുള്ള വ്യക്തമായ വിശദീകരണം വിൽപത്രത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ടെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. അതായത് ടെസ്റ്റേറ്റർ തന്റെ ജീവിതകാലത്ത് അവർക്ക് ആവശ്യമായ സ്വത്തുക്കൾ നൽകിയിരുന്നു. അതിനാൽ ടെസ്റ്റേറ്റർ തന്റെ നിയമപരമായ അവകാശികളെ ഒഴിവാക്കിയത് സംശയാസ്പദമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വത്ത് വിനിയോഗിക്കാൻ നിയമപരമായി അവകാശമുണ്ട്. കൂടാതെ മരണാനന്തരം വിൽപത്രത്തിന്റെ ആധികാരികതയോ യഥാവിധി നടപ്പിലാക്കുന്നതിനെയോ ബാധിക്കുന്ന സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒഴിവാക്കൽ കൊണ്ട് മാത്രം ഒരു വിൽപത്രം അസാധുവാകില്ല. ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ, ജസ്റ്റിസ് വിജയ് ബിഷ്ണോയ് എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ തള്ളുകയും വിൽപത്രത്തിന്റെ ആധികാരികത സുപ്രീം കോടതി ശരിവയ്ക്കുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട വസ്തുത, ഒരു വ്യക്തിക്ക് അയാളുടെ സ്വത്തുക്കൾ അയാളുടെ ജീവിതകാലത്ത് അയാളുടെ ഇഷ്ടം പോലെ വിനിയോഗിക്കാം. അതിന് ഭാര്യയുടെയോ മക്കളുടെയോ അനുമതി ആവശ്യമില്ല. വിൽപത്രം എഴുതിയാലും മതി. ആ വിൽപത്രത്തെ ചലഞ്ച് ചെയ്യാൻ ലീഗൽ എയേഴ്സിന് നിയമപരമായി അവകാശമില്ല. ഒരാൾ വിൽപത്രം എഴുതാതെ മരിക്കുമ്പോൾ അവശേഷിക്കുന്ന സ്വത്തുക്കളിൽ മാത്രമേ അവകാശികൾക്ക് ക്ലെയിം കിട്ടുന്നുള്ളൂ. അതിലും എക്സെപ്ഷൻസ് ഉണ്ട്. പരേതന്റെ മരണത്തിന് കാരണക്കാരാവുന്നവർക്ക് സ്വത്തവകാശം നഷ്ടമാകും എന്ന് നിയമത്തിലുണ്ട്. മർഡറർ ഡിസ്ക്വാളിഫൈഡ്. ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ. താങ്ക് യു. ദിസ് ഇസ് ലീഗൽ പ്രിസം, ലോ മേഡീസ്.